Assalamualaikum. എല്ലാവർക്കും Salu Kitchen സ്വാഗതം. എല്ലാവരും ലൈഫിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇപ്പോൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിറ്റ്നസ് സ്മാർട്ട് ബാൻഡ് ആയിട്ടാണ്. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. നമ്മുടെ നെറ്റ്ജൻ കമ്പനിയുടെ റിസ്റ്റ് ബാൻഡ് ആണ്. ഇതിൽ വന്നിട്ട് ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്, പെഡോമീറ്റർ ഉണ്ട്. നോട്ടിഫിക്കേഷൻസ് നമുക്ക് റിസ്റ്റ് ബാൻഡിൽ തന്നെ അറിയാൻ പറ്റും. കോളുകൾ വന്നാലും നമുക്ക് കയ്യിൽ വൈബ്രേഷൻ ആയിരിക്കും, അപ്പോൾ നമുക്ക് മനസ്സിലാവും കോൾ വരുന്നുണ്ട്. അതിൽ എന്നെ കാണിക്കും ആരാണ് വിളിക്കുന്നതെന്നൊക്കെ. ഇതിൻ്റെ ഫീച്ചേഴ്സ് വന്നിട്ട് OLED സ്ക്രീനാണ്, പിന്നെ 100 mAh ബാറ്ററിയാണ്. അത് വന്നിട്ട് അറൌണ്ട് 10 days ലാസ്റ്റ് ചെയ്യും. ഇത് ബ്ലൂടൂത്ത് വഴിയാണ് സ്മാർട്ട് ഫോണിൽ കണക്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡിലും വർക്കാവും, iOS-ലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്ലഡ് പ്രഷർ, കാലറി എത്ര ബേൺ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഇതിൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. പിന്നെ അതിൻ്റെ മാനുവലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാച്ചിൻ്റെ ഫീച്ചേഴ്സും അതെങ്ങനെയാണ് കണക്ട് ചെയ്യാനുള്ളത് എന്നുള്ള ഗൈഡൊക്കെ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. അതിൻ്റെ കൂടെ നമുക്ക് ഈ കേബിൾ കിട്ടും. ഇതാണ് കണക്ട് ചെയ്യാനുള്ള കേബിള്. നമ്മുടെ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ 1 മണിക്കൂറെങ്കിലും മിനിമം ചാർജ് കുത്തണം ഉപയോഗിക്കുന്ന മുമ്പ്. അപ്പോൾ നമുക്ക് ആദ്യം ചാർജ് കുത്താം. ആദ്യം നമ്മൾ ബട്ടനുള്ള സൈഡ്, ഇതാണ് നമ്മുടെ ബട്ടനുള്ള സൈഡ്. ഇവിടെ നമുക്ക് ചെറിയൊരു ബമ്പ് പോലെ കാണാൻ പറ്റും ബട്ടൺ, അതാണ് നമ്മുടെ ബട്ടൺ. അപ്പം നമ്മൾ ആദ്യം ആ സൈഡ് ഇങ്ങനെ പുള്ളി ചെയ്യണം. ആ സൈഡ് പുള്ളി ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ലിഫ്റ്റ് ആയിട്ട് വരും. ആ സൈഡിൽ നമ്മൾ ഇങ്ങനെ പുള്ളി ചെയ്യുമ്പോൾ ഡിസ്പ്ലേ മാത്രം നമുക്ക് കിട്ടും. അതിന്റെ ബാക്ക് സൈഡ് വന്നിട്ടാണ് ആ USB പോർട്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമുക്ക് അവർ തരുന്ന കേബിളിലോട്ട് കണക്ട് ചെയ്ത് മൊബൈൽ ഫോൺ അഡാപ്റ്ററിലോട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് കുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് 1 മണിക്കൂർ ചാർജ് കുത്തിയിട്ട് വരാം. ഓക്കെ, ഇത് നമ്മൾ ഫുള്ളി ചാർജ് ആണ്. ഇത് നമുക്കിത് തിരിച്ച് ഇതിലോട്ട് വെക്കാം, മൗണ്ടിലോട്ട്. ആ മൗണ്ടിൽ വെക്കേണ്ട രീതി എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയ സൈൻ ഉണ്ട്. ഇവിടെ ആയിട്ട് ഒരു ചെറിയ സൈൻ. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ USB പോർട്ട് പോകുന്നത്. ഈ USB പോർട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പുഷ് കൊടുത്താൽ ഈ സൈഡ് എനിക്ക് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഈ സ്മാർട്ട് ഫോണിലോട്ട് നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള രീതി എന്ന് വെച്ചാൽ ഗൈഡിൽ ഇവിടെ ചെറിയ QR കോഡ് എടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഈ ആപ്പ് സെർച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ എളുപ്പത്തിന് ഞാൻ QR കോഡ് സ്കാൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോണ്. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യത്തെ ടൈം ആണെങ്കിൽ നമ്മൾ സൈൻ അപ്പ് ചെയ്യണം. അപ്പം അതിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ഏജും വെയ്റ്റും ഹൈറ്റും, അത് നമ്മുടെ കാലറി എത്ര ഡെയിലി ബേൺ ചെയ്യണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ വെയ്റ്റും ഹൈറ്റും ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. ഇപ്പം ഞാൻ ഫില്ല് ചെയ്തിട്ട് നമുക്ക് തിരിച്ചെത്താം. ഓക്കെ, ഇപ്പം ഞാൻ ഫുൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പം അവർ പറഞ്ഞിരിക്കുന്ന നോ ഡിവൈസസ് കണക്റ്റഡ് ആണ്. അതിന് നമ്മൾ ആദ്യം നമ്മുടെ സ്മാർട്ട് വാച്ച് ടേൺ ഓൺ ചെയ്യണം. അത് ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്മോൾ ബമ്പിൽ, അതാണ് നമ്മുടെ ബട്ടൺ, ആ സ്മോൾ ബമ്പിലോട്ട് 3 സെക്കൻഡ് പ്രസ് ചെയ്യണം. പവർ ഓൺ ആയിട്ടുണ്ട്. ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം. മൊബൈൽ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ക്ലിക്ക് ടു കണക്ട് ഡിവൈസ് ഒക്കെ മതി. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് S18 ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഡിവൈസ് കണക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വാച്ചിൽ നമ്മുടെ ഹാർട്ട് റേറ്റും നമ്മുടെ ബ്ലഡ് പ്രഷറും നമ്മുടെ എത്ര സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്, നമ്മൾ എത്ര നടന്നിട്ടുണ്ട്, എത്ര കാലറി ബേൺ ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ ഡെയിലി നമ്മുടെ ഡേറ്റ നമ്മുടെ ഫോണിലോട്ട് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും. അത് നമുക്ക് പിന്നെ നമ്മുടെ വീക്ക്ലി, മന്ത്ലി, ഇയർലി നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ റേറ്റ്, നമ്മൾ എത്ര ബേൺ ചെയ്യുന്നുണ്ട്, എത്ര നടക്കുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഫോണിൽ നമുക്ക് ഡേറ്റ നമ്മൾ ഡെയിലി ഗോളും സെറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഈ സ്മാർട്ട് വാച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ നോട്ടിഫിക്കേഷൻസ്, നമ്മൾ കോൾ വന്നാലും നോട്ടിഫിക്കേഷൻസ് വന്നാലും അതെല്ലാം നമുക്ക് വാച്ചിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കുറച്ച് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ വാച്ച് ഇടുന്ന രീതി എന്ന് വെച്ചാൽ ഈ ലൂപ്പിൻ്റെ അകത്തോടെ നമ്മൾ ഈ സ്റ്റാപ്പ് കയറ്റിയിട്ട് ഈ 2 ക്ലിപ്പ് ഈ ഹോളിലോട്ട് ഫിക്സ് ചെയ്താൽ മതി. ഓക്കെ, ബൈ ഡീഫോൾട്ട് നമ്മൾ റിസ്റ്റ് നമ്മൾ തിരിക്കുമ്പോൾ തന്നെ വാച്ച് ടേൺ ഓൺ ആവും. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്മളെ വാച്ചിൻ്റെ ഓരോ ഡിസ്പ്ലേസ് കാണിച്ചു തരാം. ഇതിപ്പം ടൈമാണ്. ടൈമിൽ തന്നെ നമുക്കിവിടെ ബ്ലൂടൂത്തും ഡേയും ബാറ്ററി ലെവലും കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തതിൽ നമ്മൾ എത്ര സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ടേൺ ഓൺ ചെയ്യുകൊണ്ട് ഇവിടെ സ്റ്റെപ്സ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ അടുത്ത് വന്നിട്ട് എത്ര ഡിസ്റ്റൻസ് നമ്മൾ നടന്നിട്ടുണ്ടെന്നാണ്.
നമ്മൾ എത്ര കാലറി ബേൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ളതാണ്. ഇത് നമ്മുടെ ഹാർട്ട് റേറ്റും. ഇത് വന്നിട്ട് നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെന്ന്. ഇതാണ് ഈ വാച്ചിൻ്റെ പ്രത്യേകത. ഇതിൽ ഞാൻ സാധാരണ വാച്ചുകളിലൊന്നും ഇത് കണ്ടിട്ടില്ല. ഇത് വന്നിട്ട് എത്ര നേരം നമ്മൾ ഉറങ്ങുന്നുണ്ടെന്ന് വരെ മോണിറ്റർ ചെയ്യും. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഡിസ്പ്ലേ നമുക്ക് തിരിക്കണമെങ്കിൽ നമ്മൾ ഇത് 3 സെക്കൻഡ് പ്രസ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ഡിസ്പ്ലേ തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഡിസ്പ്ലേ കാണിക്കുന്നത്. തിരിച്ചാക്കാൻ പിന്നെയും 3 സെക്കൻഡ് ഇതിലോട്ട് പ്രസ് ചെയ്താൽ മതി. ഈ സ്മാർട്ട് വാച്ചിന് വേറെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ ഫോൺ എവിടെയെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഈ ഫൈൻഡ് മൈ ഡിവൈസ് ഉണ്ട്, അവിടെ നമ്മൾ 3 സെക്കൻഡ് പ്രസ് ചെയ്താൽ നമ്മുടെ ഫോണിലോട്ട് ഒരു ഇത് സൗണ്ട് പ്ലേ ആവും. അപ്പം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഫോൺ എവിടെയാണ് മറന്നിട്ടുള്ളത്. ഇനി അടുത്ത വെച്ചാൽ നമ്മൾ ഇത് ടേൺ ഓഫ് ആണ്. നമ്മൾ 3 സെക്കൻഡ് പ്രസ് ചെയ്താൽ വാച്ച് ടേൺ ഓഫ് ആവും. ഇപ്പോൾ വാച്ച് ഓഫാണ്. തിരിച്ച് ടേൺ ഓൺ ചെയ്യാൻ 3 സെക്കൻഡ് പ്രസ് ചെയ്താൽ മതി. ഇതാണ് ബൈ ഡിഫോൾട്ട് ഈ വാച്ചിൻ്റെ സെറ്റിങ്സ്. ഇനി നമ്മൾ അടുത്ത സെറ്റിങ്സ് എല്ലാം നമ്മൾ ഫോണിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് സെറ്റിങ്സിൽ പോയാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡിവൈസ് വന്നിട്ട് S18 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് സെറ്റ് ചെയ്യണമെങ്കിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് പോയിട്ട് അതിലോട്ട് നമുക്ക് ആദ്യം നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഇത് ഓൺ ചെയ്ത് കൊടുക്കണം. H ബാൻഡിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കൊടുത്ത ശേഷം ബാക്ക് പോയി നമുക്ക് ഏതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് കാണേണ്ടത്. എനിക്കിപ്പോൾ ഫോൺ കോളും വാട്സപ്പും ഇൻസ്റ്റാഗ്രാം മാത്രം മതി. ബാക്കി നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട്, SMS ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ജിമെയിൽ, നമുക്ക് അതർ ആപ്സ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഈ 3 ആവശ്യമുള്ളൂ. അപ്പം അത് നമുക്ക് ഈ മെസ്സേജ് നോട്ടിഫിക്കേഷൻസിൽ നമുക്ക് ടേൺ ഓൺ ചെയ്യാം. പിന്നുള്ളത് അലാം സെറ്റിങ്സ് ആണ്. നമുക്ക് അലാം സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്മാർട്ട് ഫോണിലും ഓരോ സെറ്റിങ്സ് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഇനി ബാക്കി നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ഫീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പം പെഡോമീറ്റർ ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനാണെങ്കിൽ റൂമിൻ്റെ അകത്ത് നമ്മൾ നടന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് 110 സ്റ്റെപ്സ് എടുത്തതാണ്. അത് തന്നെയാണ് സ്മാർട്ട് വാച്ച് കാണിക്കുന്നത്. 110 സ്റ്റെപ്സ്. അത് അപ്പോഴാണ് നമ്മുടെ ഫോണിലോട്ട് സിങ്ക് ആവുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ 110 സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ 85 മീറ്റർ നടന്നിട്ടുണ്ട്. 5 കാലറീസ് ഞാൻ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിലോട്ട് വിളിക്കുവാണ്. എൻ്റെ ഫോണിലോട്ട് കോൾ വരണം. അപ്പോൾ തന്നെ ഈ വാച്ചിലും കാണിക്കും ആരാണ് വിളിക്കുന്നത് വരെ കാണിക്കും. ഞാൻ ഉമ്മാന്നാണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഉമ്മാന്ന് തന്നെ കാണിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആരാണ് വിളിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്യാം. നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ആരോ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എഴുതി കാണിക്കുകയും ചെയ്യുമ്പോൾ ആരാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് എൻ്റെ ഫോണിലോട്ട്. കണ്ടോ, വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് കിട്ടിയെന്ന് വന്ന് കാണിക്കുകയാണത്. എനിക്ക് ഈ സ്മാർട്ട് വാച്ചിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതെന്ന് വെച്ചാൽ ഫൈൻഡ് മൈ ഫോൺ ഫീച്ചറാണ്. അത് വെച്ച് നമ്മൾ ഫോൺ വെച്ച് മറന്നാലും നമുക്ക് അറിയാൻ പറ്റുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ബാൻഡ്സ് വന്നിട്ട് സിലിക്കണാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വാട്ടർ പ്രൂഫാണ്. നമുക്ക് വേർപ്പൊന്നുമല്ല, നമുക്ക് വാഷ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. വാട്ടർ പ്രൂഫാണ്. ഇതാണ് നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്ന സെൻസർ. ഇത് വാങ്ങിക്കേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് വന്നിട്ട് നെറ്റ്ജൻ കമ്പനിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ ഹാൻഡ്സ് ഓൺ റിവ്യൂ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.